പള്ളി പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല. ഡ്രസ്സ് മാറിയില്ലേ? അതെന്താ എടുത്തോണ്ട് വെക്കണ്ടേ? ഓ ഉണ്ടോ? അടുത്ത ആഴ്ച വിഷു. അടുത്ത ആഴ്ച വിഷുവോ? 15. കുറേ ദിവസത്തിന് ശേഷം മീൻ മേടിച്ചു. പിന്നെ ഒരു കിലോ പഴം മേടിച്ചു. മോനുകുട്ടന് OVBS തുടങ്ങി. അപ്പം രാവിലെ 7:30 ആകുമ്പോൾ പോകണം. രാവിലെ 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകണം. അന്നേരം എളുപ്പത്തിലുള്ളത് വല്ല ഇച്ചിരി കഴിച്ചിട്ടൊക്കെ ആകുമ്പോൾ ഞാനങ്ങ് വിടും. പള്ളിയിലുണ്ട്. അതൊരു 10-10:30 ആകുമെന്ന് തോന്നുന്നു കഴിക്കാൻ കൊടുക്കുമ്പോൾ. അത്ര നേരം വിശന്നിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നിപ്പം രാവിലെ ഇന്നലെ നമ്മളുണ്ടാക്കിയ അപ്പം ഉണ്ടായിരുന്നു. വൈകിട്ട് മുത്തുണ്ടാക്കിയ ചിക്കൻ വറുത്തത്, നമ്മുടെ എയർ ഫ്രയറിനകത്ത് ചിക്കൻ വറുത്തത്, അത് കഴിച്ചു. കട്ടൻ ചായയും കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ നാളെ രാവിലെ എനിക്കും ഒരാവശ്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും 7:30 ആകുമ്പോൾ ഇറങ്ങണം. അന്നേരം ഞാൻ വിചാരിച്ചു പുട്ടോ എന്താ ഉപ്പുമാവോ എല്ലാം ഉണ്ടാക്കി എളുപ്പമുണ്ടല്ലോ. അതിന് പഴം വാങ്ങിച്ചത് കേട്ടോ. ഒരു പാക്കറ്റ് റവ മേടിച്ചു. റവ ഉണ്ടോ ഇല്ലയെന്നോ എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് റവ മേടിച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു, അത് എടുത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എടുത്തില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. പിന്നെ കുഞ്ഞോയ്ക്കൊരു ബിസ്ക്കറ്റ്, നമ്മൾ കുഞ്ഞോട്ട് എടുക്കുക വരെ പോവാം കേട്ടോ. ഞാനിപ്പോൾ നേരെ ഇങ്ങ് പോരുന്നു. അതുകൊണ്ട് മോനിക്കുട്ടൻ കിടന്ന് വിളിച്ച് വഴക്കുണ്ടാകും. അല്ലെ തന്നെ ഇന്ന് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് വിളിയും പറിച്ചിരിക്കും, വാന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ കൂടെ കയറിയിട്ട് വരുമ്പോഴത്തേക്ക് എന്നെ വിളിച്ച് കൊല്ലും. അതുകൊണ്ട് നേരെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അമ്മയുടെ അടുക്ക പോയി. അമ്മയ്ക്ക് ഇന്ന് ഇച്ചിരി ചിക്കൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇന്നലെ വീട്ടിൽ ചിക്കൻ മേടിച്ചില്ല. ഞാൻ മേടിച്ച് ചിക്കൻ കറിയൊക്കെ ആക്കിയാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരു ചിക്കൻ വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു. ഇനിയിപ്പോൾ മുത്ത് എൻ്റെ കൂടെ ഇന്ന് രാവിലെ വന്നതാണ്. വണ്ടി സർവീസിന് കൊടുക്കണമായിരുന്നു. അപ്പോൾ രാവിലെ മോനിക്കുട്ടനെ കൊണ്ടുവിട്ടിട്ട് അവനെ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോയി. എന്നിട്ട് കടയിൽ നിന്ന് അജയൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ തിരിച്ച് വണ്ടി കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങ് പോരാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ഭയങ്കര ഉഷ്ണമെന്ന് വെച്ചാൽ പുഴുങ്ങിയെടുക്കുന്ന പോലെ ഉഷ്ണമാണ്. റോഡിലെ ആ ടാറിൻ്റെ ചൂട് ഭയങ്കര ചൂടാണ്. അപ്പോൾ അവന് കുളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അതിന് വന്ന് കുളിച്ചേച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ കുളിക്കാൻ കയറി. കുഞ്ഞോയെ കണ്ടിട്ട് വരാം. മാമിക്ക് കുറച്ച് മരുന്നുണ്ട്, അതും കൊടുക്കണം. പോയിട്ട് വരാം. ഞാൻ ഇച്ചിരി മീന് അയലക്കൊഴുവാണ് മേടിച്ചത്. അത് 2 വറക്കാൻ രാത്രി ചോറുണ്ണാൻ. ചോറിരിപ്പുണ്ട്. ഇച്ചിരി മാങ്ങാക്കറി, പിന്നെ മീനും വറക്കാം. എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലുമൊക്കെ കുട്ടി അങ്ങോട്ട് കഴിക്കാം. പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തില്ല, എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് തുണികൾ കഴുകണമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ വന്ന് ഇന്നിനിയിപ്പം നടക്കുമോയെന്ന് അറിയത്തില്ല. നോക്കട്ടെ. പറ്റുമെങ്കിൽ കുറച്ചൊക്കെ ഞാൻ കഴുകിയിടാമെന്ന് വിചാരിച്ച് വന്നിട്ട് ഉഷാർ തോന്നുന്നെങ്കിൽ കുളിക്കുന്നതിന് മുമ്പേ കുറച്ച് തുണികൾ അങ്ങ് കഴുകിയിടാം എന്ന് വിചാരിച്ചു. കുറേയൊക്കെ അവിടെ ഉണങ്ങി കിടക്കുന്നതിൽ ഒന്ന് പെറുക്കിയിടണം. രാവിലെ കപ്പ പുഴുങ്ങിയായിരുന്നു. ഇന്നലെ അമ്മ അവിടെ എല്ലാം വൃത്തിയാക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിലെ മുറ്റത്ത് നിർത്തിയിരുന്ന ഒരു കപ്പ പിഴുതെ അതാണിത്.
ചുവന്ന കപ്പയില്ല, ഞാൻ പുഴുങ്ങി ഞാൻ രാവിലെ കഴിച്ചു, ഇവർ ചപ്പാത്തിയാണ് കഴിച്ചത്. പിന്നെ നമുക്ക് മാമന് കപ്പ പുഴുങ്ങുന്നതൊക്കെ ഇഷ്ടമാണ്, മാമന് കൊടുക്കാം. വെറുതെ ഇവിടെ വെച്ചിരുന്ന് എന്തിനാ കളയാൻ. ഞാൻ ചമ്മന്തി, കാന്താരി ചമ്മന്തി അരിച്ചായിരുന്നു. പോയിട്ട് വന്നിട്ട് മീനൊക്കെ എടുക്കുന്നുള്ളൂ, അപ്പൊ നിന്ന് അങ്ങ് താമസിക്കും. ഇതെന്തോ വേണ്ടേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ ഗ്രൂപ്പിന്റെ പേര്? ആഹാ, അയ്യോ അതെന്താ ശ്രദ്ധിച്ചില്ല. പുസ്തകം കിട്ടിയോ? OEBS പുസ്തകം കിട്ടി. ഗ്രൂപ്പിന്റെ പേര്. കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂടെ? അത് വേറെ വേറെ കുട്ടികളാണ്? കുഞ്ഞോയ്ക്ക് ബിസ്ക്കറ്റ്. ചെല്ലുന്നുണ്ട, അവൻ ചോദിക്കത്തില്ല പാപ്പോ. ഞാൻ ചായ ഇടാൻ പോവായിരുന്നു. എന്തോ പൊന്നു, ചായ ഇടുവാന്ന്? മാമിയുടെ ഭയങ്കര ജോലിയായിരുന്നു, അതുകൊണ്ട് മാമി കുളിച്ചില്ല, ജോലി കഴിഞ്ഞില്ല. അതുകൊണ്ട് മാമിയുടെ വീഡിയോ എടുക്കല്ലെന്ന് പറഞ്ഞു കേട്ടോ. വീഴും വീഴും, അടങ്ങിയിരി. നോ നോ പറഞ്ഞു, നോ നോ നോ. എങ്ങനെ? ഇനി വന്ന പ്രിയങ്ങളെ, തുണി മടക്കാനുള്ളത് എടുത്തുകൊണ്ടിട്ടേപ്പം മടക്കി വെക്കണം. ഇന്നിനും തുണി കഴുകു വയ്യ. പിന്നെ മീനെല്ലാം ഒന്ന് കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഞാനൊന്ന് കുളിക്കട്ടെ. കുളിച്ചിട്ട് വന്ന് മീൻ വറുത്ത് ചോറുണ്ണാം. അവർക്ക് ചപ്പാത്തി ഉണ്ട്, അവർക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തോ പറയുന്നേ, ഇന്നിവിടെ മഴയൊക്കെ പെയ്തു, പക്ഷെ മഴ പെയ്ത ലക്ഷണമില്ല, നല്ല ചൂടുണ്ട്. ഇതെനിക്ക് ആതിരക്കുട്ടി അയച്ചെന്ന വാച്ചാണ്. ഇന്ന് ലക്ഷ്മി ചേച്ചിയൊക്കെ വന്ന സമയത്ത് മോനുകുട്ടിനൊരു വാച്ച് മേടിച്ചായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അത് അവന് ഇച്ചിരി വലുത്, അതിപ്പോൾ ലെങ്ത് കുറയ്ക്കാൻ കട്ട് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഇതും കൊണ്ടുപോയി ഞാൻ കറക്റ്റ് അളവിന് കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. കുക്കു എന്നോട് ചോദിക്കുന്നത് എന്തോ കയ്യെ കിടക്കുന്ന വജ്രമാണോന്ന്. ഇന്നലെ കുക്കു എനിക്കൊരു നൈറ്റി വാങ്ങിച്ചു തന്നു പ്രിയങ്ങളെ. നൈറ്റി മേടിച്ച് വെച്ചിരുന്നതാണ്, അത് എനിക്ക് ഒരെണ്ണം തന്ന്. പുതിയൊരു മോഡലാണ്, ഞാൻ ഇത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇതെല്ലാവരും ഇട്ടൊക്കെ ആയിരിക്കും. ഇതുണ്ട്, ഇതുപോലെ ചുരിദാർ പോലെ ഇരിക്കുന്നുണ്ടോ. 2 എണ്ണം മേടിച്ച്, ഒന്ന് XL-ഉം ഒന്ന് 2XL-ഉം ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം എനിക്ക് തന്നു. എനിക്ക് XL കറക്റ്റ് അളവാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, പിന്നെ ഇടാം. ഡാർലിങ്, ഇത് നമുക്ക് ഇടണം, അവിടെ ഇരിക്കട്ടെ. അപ്പൊ തുണിയൊക്കെ മടക്കണം പ്രിയങ്ങളെ, ജോലി കിടക്കുന്നു. മീനൊക്കെ കഴുകിയെടുത്ത് വെക്കട്ടെ.
കഴിഞ്ഞു. ഇന്നലെ മുത്തിന്റെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത അടപ്പ കഴുകി ഇവിടിട്ട് വെച്ചത് ഉണങ്ങാന്. അവർക്ക് മീൻ വേണ്ട കേട്ടോ, മീന് എനിക്ക് മാത്രം മതി. അവർക്ക് പൊറോട്ടയോ ചപ്പാത്തി കഴിക്കാൻ ചിക്കൻ ഇച്ചിരി ഇരിപ്പുണ്ട് ഇന്നത്തെ, ഇപ്പൊ അവർക്ക് കഴിക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് മീൻ എടുക്കുന്നില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ മീൻ. എനിക്ക് ചിക്കൻ വേണ്ട. കുറെ ദിവസമായില്ലേ മീൻ കൂട്ടിയിട്ട്, അപ്പൊ നമുക്ക് മീൻ കഴിക്കാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറേ പേര്, നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു മുത്തിന് ലീവാണോ, ക്ലാസ് ഇല്ലേന്നൊക്കെ. അപ്പം അവിടെ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോൾ മെസ്സൊക്കെ അടച്ചു. ഹോസ്റ്റലിലല്ലാത്തത് കൊണ്ട് അവർ ഫുഡ് കഴിക്കുന്നിടത്തൊന്നും ഗ്യാസിന്റെ പ്രശ്നം വന്നു. അപ്പം അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാതായി. അങ്ങനെയാണ് ഇവിടെ ഇത്രയും ദിവസം നിന്നത് കേട്ടോ. അവധി എടുത്തൊന്നും വന്ന് നിന്നതല്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, എല്ലാത്തിനും ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പം മുത്ത് ഇവിടെ വേണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കാരണം വന്നു, അവനിവിടെ നിന്നു. പിന്നെ എന്താ പറയുന്നത്, ഇപ്പം അവിടെ ഫുഡ് ഓപ്പൺ ആക്കി, പക്ഷെ ഒരു നേരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സമയത്ത് നൈറ്റ് മിക്കവാറും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ റൂമിലുള്ള സൗകര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനേ പറ്റുള്ളൂ. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ നിന്നത് കേട്ടോ. മാർച്ച് 6-ാം തീയതി വന്ന് മോനുകുട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞ് 16-ാം തീയതി തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കോളേജ്, പിന്നെ അത് യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്ത് അങ്ങനെ അത് ഇതായി. അപ്പം എന്താ പറയുന്നത്, ഇപ്പം ഈ 6-ാം തീയതി ആയപ്പോൾ 1 മാസമായി. അപ്പം ഇനി ചെന്ന് അതെല്ലാം റിക്കവറായി വരണം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇന്റേണൽ എക്സാം ഉണ്ട്. അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് 2 ദിവസത്തേക്ക് അപ്പു വരുമ്പോൾ ചിലപ്പോൾ അപ്പുവിൻ്റെ കൂടെ മുത്തും വന്നേക്കും. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ വരും. ഇത്തവണ പോകുമ്പം ഇപ്പം കുറച്ച് നാളായിട്ട് പോകുമ്പോൾ നമ്മൾ അച്ചാറും അങ്ങനെയുള്ള ഒന്നും കൊടുത്തു വിടുന്നില്ലായിരുന്നു. ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ട് റൂമിലൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇത്തവണ പോകുമ്പം അച്ചാറൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടാമെന്ന് ഓർത്താണ്. ലക്ഷ്മി ചേച്ചി തന്നു വിട്ട അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അത് മുത്തിന് കൊടുത്തു വിടാമെന്ന് ഓർത്തു. ഇവിടെ പിന്നെ അമ്മ എപ്പോഴും ചീമപ്പുളിയോ മാങ്ങയോ കിട്ടുന്നൊക്കെ അച്ചാറിട്ട് എനിക്കും തരുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളോടൊക്കെ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ മേടിച്ച് കൊടുത്തു വിടാമെന്നൊക്കെ കണ്ടിരിക്കുക. ഒരു കോണിൽ മെഴുക്കുവരട്ടിയും ചൂടായി, ഒരു കോണിൽ മീനും റെഡിയായി. വയ്യ പറയാ, ഞങ്ങളെ കൈ വയ്യ പാത്രം കഴുകാനൊന്നും. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം അവധി എടുത്ത് പോയപ്പോഴേ കുറേ ബില്ല് എൻ്റർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റർ ചെയ്തെൻ്റെ കൈ കഴിച്ച് വേദന. അതുകൊണ്ട് പാത്രം കഴുകാനും കൂടെ ഒന്നും വയ്യ. അതുകൊണ്ടാണ് ഈ എളുപ്പവഴിയൊക്കെ നോക്കുന്നത് കേട്ടോ. നമുക്ക് കഴിക്കാം. ഇന്ന് OBS തുടങ്ങി, അപ്പോൾ രാവിലെ കൊണ്ടുവിട്ട്. അപ്പോൾ ഇന്ന് മോനുകുട്ടനെ പാട്ടൊക്കെ പഠിപ്പിക്കാൻ വന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടില്ലേ, മാത്യു സാറിൻ്റെ റിട്ടയർമെൻറ്റിന് പോയത്. ഞാനും മോനുകുട്ടനോടാണ് പോയത്. അപ്പോൾ സാറിൻ്റെ മോനുണ്ട്, മോനാണ് ഇന്നവരെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ വൈകിട്ട് വന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, മോനാണ് പാട്ട് പഠിപ്പിച്ചത്. ഇതൊക്കെ വിശേഷമൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. ചപ്പാത്തി കപ്പ പുഴുങ്ങിയ അമ്മ അവിടെ കൊണ്ട് കൊടുത്തു. നിങ്ങൾ ഇനി രാത്രി ചപ്പാത്തി കഴിക്കുന്നിടത്ത് കേട്ടോ. കപ്പ പുഴുങ്ങിയായിരുന്നു അമ്മമ്മ തന്ന കപ്പ. ആവശ്യത്തിന് എടുക്ക് ചപ്പാത്തി കേട്ടോ, പിന്നല്ലേ കളയരുത്. സൗണ്ട് ഇല്ലല്ലോ. അയ്യോ, ഗ്രീൻ ടീ മേടിച്ച് എനിക്ക് തേയിലപ്പൊടിയും വേണം, കാപ്പിപ്പൊടി വേണം, പഞ്ചസാര വേണ്ട. പിന്നെ എന്തെങ്കിലും കഴിക്കാനും വേണം രാത്രിത്തേക്ക്. എന്തോ വേണോന്ന് എനിക്കറിയില്ല, എന്തിനും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവന്മാര് കൊണ്ടുപോയി കാണാമേ രാത്രി മേടിച്ചത് കഴിക്കാണ്ടായിരുന്നു. എനിക്ക് തീർന്നു കാണും. ചപ്പാത്തിയൊക്കെ ആണോ ആയിരിക്കും, പക്ഷെ അതൊക്കെ കൊണ്ട് എത്ര ദിവസം ഇരിക്കാന്? ഫ്രിഡ്ജ് പോലും. സോസ് അതിനകത്തിരിപ്പുണ്ട്. നീ ഉണ്ടാക്കിയ സോസ് അല്ലേ? ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്. ആ പാത്രം അമ്മാൻ അറിയത്തില്ല, അതിനകത്ത് നോക്കാം. ഞാൻ അറിയാതെ ഈ സോസ് മേടിച്ചിട്ട് സോസ് ഇരിപ്പില്ലെന്ന് അമ്മയാ പറഞ്ഞേ. സോയാ സോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ല, ടൊമാറ്റോ സോസ് ഉണ്ടോ? ടൊമാറ്റോ സോസ് ഇല്ല. ആണോ? ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ 2 ടൊമാറ്റോ സോസ് ഉണ്ടോ? ഞാൻ ചോദിച്ചു ഇത് തീർന്നാ വേറെ ഉണ്ടോ? ഓ ഇല്ല. ഞാൻ അപ്പൊ അവിടെ കുപ്പി വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചായിരുന്നേ. നമുക്ക് വേണോ? വേണ്ട വേണ്ട. ഞാൻ നിന്നല്ലേ. ഇവിടത്തെ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരാളുണ്ട്.
അതിൻ്റെ പേര് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അട്ട. അയ്യോ, ഇവിടെ മൊത്തം അട്ടയാ പ്രിയങ്ങളെ. തിരിയുന്നിടത്തും പിരിയുന്നിടത്തും എല്ലാം ഞാൻ സൂക്ഷിച്ച് ഇങ്ങനെ പതുക്കെ നോക്കിയൊക്കെയാണ് നടക്കുന്നത്. ഗ്രീൻ ടീ. ഞാൻ ചോറ് വിളമ്പിക്കൊണ്ട് വരട്ടെ. ചോറും വിളമ്പി, മെഴുക്കുവരട്ടിയും വിളമ്പി. ഇനി മീൻ വറുത്തത് എടുക്കട്ടെ. മീൻ വറുത്തത് വെത്തമാങ്ങ കറി അമ്മ തന്നതാ കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം, നമ്മുടെ ലഞ്ച് കേട്ടോ. അവർക്ക് ചപ്പാത്തി. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ കൂടെ വേണം. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും പറയുവാണ്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വഴിയില്ല പ്രിയങ്ങളെ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളെല്ലാം മാക്സിമം വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ മറന്നു പോകുന്ന കുറച്ച് പ്രിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരിതൊക്കെ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇനി മറക്കരുത്. ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.